പ്രണയങ്ങളൊക്കെ നമ്മൾ പലപ്പോഴും സിനിമകളിലൂടെയും അല്ലെങ്കിൽ പാട്ടുകളിലൂടെയൊക്കെ നമ്മൾ വളരെ രസകരമായ രീതിയിൽ ആളുകൾ വർണ്ണിക്കുന്ന നമ്മൾ കാണാറുണ്ട്. ഞാനിതൊക്കെ പറയുമ്പോഴും എനിക്കറിയാം നിങ്ങൾ പല ആളുകളും ഞാൻ ഈ പറഞ്ഞ ടോപ്പിക് എടുക്കുന്ന രീതി എൻറ്റയർ ഡിഫറെൻറ്റാണ്. ചില ആളുകൾ ഒരുപാട് മോശം കമൻറ്റ് താഴെ വരും. ഒരു ആണിന് ഒരു പെണ്ണിനോടും ഒരു പെൺകുട്ടിക്ക് ആൺകുട്ടിയോടും ഒരു പ്രത്യേക അട്രാക്ഷൻ ഒക്കെ തോന്നുന്ന ഒരു സമയമാണ് ഈ ഒരു സമയം. ബെസ്റ്റ് എന്നും പൂക്കി എന്നും അല്ലെങ്കിൽ പിന്നെ ലവേഴ്സ് എന്നൊക്കെ നമ്മൾ അല്ലെങ്കിൽ ആ രീതിയിലാണ് ഈ ഒരു റിലേഷൻ പോകുന്നത്. ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ ഇങ്ങനെ ശ്രദ്ധ കൊണ്ടുപോകുമ്പോൾ തൊട്ടപ്പുറത്തെ സൈഡിൽ നിങ്ങൾക്ക് നഷ്ടമാവുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഈ ഒരു സെഷനിൽ ഞാൻ നിങ്ങളുമായി ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ സ്കൂൾ കാലത്തെ പ്രണയത്തെ പറ്റിയാണ്. അപ്പോൾ നിങ്ങൾ ഇപ്പം തന്നെ കേൾക്കൂ, ഞാൻ സർ എന്തോ കാര്യമായിട്ട് പ്രണയത്തെ പറ്റി പറയാൻ വേണ്ടി പോകുന്നുണ്ട്. ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണും. ഇതിൻ്റെ റിക്വസ്റ്റാണ്. ഈ വീഡിയോ നിങ്ങൾ ചിലപ്പോൾ 5 മിനിറ്റ് 6 മിനിറ്റ് ഈ വീഡിയോ ഉണ്ടാവുള്ളൂ. നിങ്ങൾ അവസാനം വരെ നിങ്ങൾ ഈ വീഡിയോ കാണും. നിങ്ങളുടെ പാരൻസിൻ്റെ കൂടെ കാണണമെങ്കിൽ വളരെ കുറച്ചുകൂടി നല്ലതായിരിക്കും. നിങ്ങളുടെ പാരൻസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താലും ഇറ്റ്സ് വിൽ ബി ഗുഡ്. അപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം, ഇപ്പോൾ നമ്മളെല്ലാവരും ഇപ്പോൾ നിങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാണ്. നിങ്ങളിപ്പം കടന്നു പോകുന്ന പ്രായം ടീനേജ് എന്ന് വിളിക്കുക, കൗമാരപ്രായം. എന്താ നമ്മൾ ഇതിനെ ടീനേജ് എന്ന് വിളിക്കാൻ കാരണം 13 മുതൽ, അതായത് നമ്മുടെ 13 വയസ്സ് മുതൽ 13, 14, 15, 16 ഏതുവരെ 19 വരെയുള്ള ഒരു ഏജ് അല്ലെങ്കിൽ ആ ഒരു ഗ്യാപ്പ് അല്ലെങ്കിൽ അത്രയും ഒരു പിള്ള വയസ്സ് നമ്മൾ ടീനേജ് എന്ന് വിളിക്കുക. നമ്മളതിനെ മലയാളത്തിൽ കൗമാരപ്രായം എന്ന് വിളിക്കും. കാരണം ഒരു കുട്ടിയിൽ നിന്നും നിങ്ങൾ കുറച്ചും കൂടി മെച്ചുവേർഡായ ഒരാളായി മാറുന്ന, നിങ്ങളുടെ ശരീരത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കും, ഹോർമോൺസിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കും, നിങ്ങളുടെ സ്വഭാവത്തിൽ നിങ്ങൾ ഒരു കാര്യത്തെ നോക്കി കാണുന്ന രീതിയിലൊക്കെ ഒരുപാട് മാറ്റം സംഭവിക്കുന്ന, നിങ്ങൾ കുറച്ചും കൂടി മനുഷ്യനായി അല്ലെങ്കിൽ നമ്മളെല്ലാം തികഞ്ഞ ഒരാളായി മാറുന്ന അതിലേക്ക് എത്തുന്ന ഒരു ട്രാൻസിഷൻ പീരീഡാണ് ഈ പറയുന്ന കൗമാരപ്രായം. അതിലൂടെ കടന്നു പോകുന്ന ആളുകൾക്ക് പല രീതിയിലുള്ള മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എനിക്കൊരു നാട്ടിലൊരു ഒരു ചെറിയ ട്യൂഷൻ ഉണ്ട്. അവിടെ നിരന്തരം ഞാൻ പാരൻസുമായി എന്ത് ചെയ്യാറുണ്ട്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ പല പാരൻസും പറയുന്നൊരു കാര്യമുണ്ട്, ഇപ്പോൾ ഭയങ്കര വാശിയാണ് സാറേ, ഇപ്പോൾ പറഞ്ഞൊന്നും കേൾക്കില്ല, പഠിക്കാൻ പറഞ്ഞാൽ എന്നോട് ദേഷ്യപ്പെടും, എന്നെ തല്ലാൻ വരിക, ഭയങ്കരമായ ഒരു അഗ്രസീവ്നെസ് ആണ്. അപ്പോൾ ഞാൻ അവരോട് വളരെ സമാധാനത്തിൽ പറഞ്ഞു കൊടുക്കാറുണ്ട്. കാരണം മക്കൾ ഇപ്പോൾ ഒരു കൗമാരപ്രായത്തിലൊക്കെ കടന്നു പോകാണ്. അപ്പോൾ അവർക്ക് ഭയങ്കര ദേഷ്യം വരും. അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ എല്ലാത്തരം ബിഹേവിയേഴ്സ് ഉണ്ട്. അത് ദേഷ്യമായിക്കോട്ടെ, അല്ലെങ്കിൽ സന്തോഷമായിക്കോട്ടെ, മറ്റെന്തെങ്കിലും കാര്യങ്ങളായിക്കോട്ടെ, അതൊക്കെ നമ്മളൊരു എക്സ്ട്രീം ലെവലിലേക്ക് അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് നമ്മൾ പോകുന്ന ഒരു സമയമാണ്. ഇവിടെയാണ് നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു ഒപ്പോസിറ്റ് സെക്സിനോട് അല്ലെങ്കിൽ നമ്മുടെ ഒരു ആണിന് ഒരു പെണ്ണിനോടും ഒരു പെൺകുട്ടിക്ക് ആൺകുട്ടിയോടും ഒരു പ്രത്യേക അട്രാക്ഷൻ ഒക്കെ തോന്നുന്ന ഒരു സമയമാണ് ഈ ഒരു സമയം. ഇപ്പോഴാണ് നമ്മൾ പലപ്പോഴും പല പ്രണയത്തിലേക്ക് നമ്മൾ അകപ്പെട്ടു പോകാറുള്ളത്. സ്കൂൾ കാലത്തൊക്കെ അല്ലെങ്കിൽ സ്കൂൾ സമയത്തെ പ്രണയങ്ങളൊക്കെ നമ്മൾ പലപ്പോഴും സിനിമകളിലൂടെയും അല്ലെങ്കിൽ പാട്ടുകളിലൂടെയൊക്കെ നമ്മൾ വളരെ രസകരമായ രീതിയിൽ ആളുകൾ വർണ്ണിക്കുന്ന നമ്മൾ കാണാറുണ്ട്. അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് നമുക്ക് പലപ്പോഴും എന്ത് തോന്നാറുണ്ട്, അല്ലെങ്കിൽ അതല്ലാതെ ആയിക്കോട്ടെ, നമുക്ക് പലപ്പോഴും നമ്മളെ ക്ലാസ്സിലിരിക്കുന്ന ഒരു പെൺകുട്ടിയോട് അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയോ ആൺകുട്ടിയോടൊക്കെ നമുക്ക് പ്രണയം തോന്നാറില്ലേ? പ്രണയം എന്താ സെൻസ്, ഒരു ഇഷ്ടം തോന്നും. അല്ലെങ്കിൽ അവൾ കൊള്ളാം, അവൾ എനിക്ക് കല്യാണം കഴിക്കണം, ഇങ്ങനെ നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ടല്ലേ? അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും നമ്മുടെ ചിന്തയിൽ ഒരു സാധനം വരാറുണ്ട്. ഇത് ശരിക്കും ഒരു ശരിയായ ഒരു അപ്രോച്ചാണോ, അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന ഡിസിഷൻ ശരിയാണോ, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ഡിസിഷൻ എടുക്കാൻ നമ്മളായിട്ടുണ്ടോ? കാരണം ഇത് ഞാനിങ്ങനെ ഒരു വീഡിയോ ഡിസ്കസ് ചെയ്യുമ്പോൾ ഞാൻ ഓൾറെഡി എൻ്റെ മനസ്സിൽ കാണുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. പല ആളുകളും ഇതിനെടുക്കുന്ന രീതി, ചില ആളുകൾ ഒരുപാട് മോശം കമൻറ്റ് താഴെ വരും. നിങ്ങൾ എന്ത് വർത്താനാണ് പറഞ്ഞത്, എനിക്കറിയാം എൻ്റെ കാര്യം നോക്കാൻ, അല്ലെങ്കിൽ അതാണ് ഞങ്ങൾ ഇങ്ങനെയാണ് ഞങ്ങൾ അങ്ങനെയാണൊക്കെ പല കമൻറ്റ്സ് ഇതിന് താഴെ വന്നേക്കാം. പക്ഷെ ഞാനതൊന്നും കെയർ ചെയ്യുന്നില്ല. കാരണം ഞാനിത് പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു വിഭാഗം കുട്ടികളുണ്ട്. ആ കുട്ടികളോട് എന്തുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യം നിങ്ങളുമായി ഡിസ്കസ് ചെയ്യാൻ കാരണം, ഇന്നത്തെ ഇപ്പോൾ പല എക്സാം എടുത്തുകൊണ്ടിരിക്കുകയെന്ന് പല ആളുകൾ നിങ്ങളോട് പറയാറുണ്ട്, ഈ രീതിയിൽ പഠിക്കാൻ നിങ്ങൾ ശ്രമിക്കണം, ഈ രീതിയിൽ നിങ്ങൾ ഡിസ്ട്രാക്ഷൻസ് നിങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കണം. പക്ഷേ പലപ്പോഴും നിങ്ങൾ എത്ര ശ്രമിച്ചാലും നിങ്ങൾക്ക് ഒഴിവാക്കാൻ കഴിയാത്ത ഏറ്റവും വലിയൊരു ഡിസ്ട്രാക്ഷനാണ് നിങ്ങൾ അകപ്പെട്ടു പോകുന്ന ഇത്തരത്തിലുള്ള റിലേഷൻസ്. നിങ്ങൾ പ്രണയമെന്ന് നിങ്ങൾ കരുതുന്ന, അല്ലെങ്കിൽ ഇവനാണ് എൻ്റെ എല്ലാം എന്ന് കരുതിക്കൊണ്ട് നിങ്ങൾ ഈ ചെറുപ്രായത്തിന്, അതായത് 15ഉം 16ഉം വയസ്സാകുമ്പോഴത്തേക്ക് നിങ്ങളുടെ പാർട്ട്ണർ ഇതാണ് എൻ്റെ എല്ലാം ആണ് എന്നൊരു തീരുമാനത്തിലേക്ക് നിങ്ങൾ എത്താനായിട്ടില്ല എന്നൊരു യാഥാർത്ഥ്യമുണ്ട്. നിങ്ങളൊരാളെ ചൂസ് ചെയ്യാനോ, അല്ലെങ്കിൽ എന്തിൻ്റെ അടിസ്ഥാനം ഞാൻ ആളെ ചൂസ് ചെയ്തത്, ഇവൻ ആരാകും എങ്ങനെയാവും, അല്ലെങ്കിൽ ഇവൾ ആരാവും എങ്ങനെയാവും എന്നൊന്നും ഇപ്പോൾ ഒരാളെ പറ്റി നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല, നമുക്കതിനെ ഒരു ഡിഫൈൻ ചെയ്യാൻ സാധിക്കില്ല. ഇവിടെ ഞാനിതൊക്കെ പറയുമ്പോഴും എനിക്കറിയാം നിങ്ങൾ പല ആളുകളും ഞാൻ ഈ പറഞ്ഞ ടോപ്പിക് എടുക്കുന്ന രീതി എൻറ്റയർ ഡിഫറെൻറ്റാണ്. പക്ഷെ ഞാനൊരൊറ്റ പെർസ്പെക്റ്റീവ് മാത്രമേ ഞാൻ ഇവിടെ എടുക്കുന്നുള്ളൂ. ആസ് എ സ്റ്റുഡൻസ്, ഒരു വിദ്യാർത്ഥി എന്ന നിലയ്ക്ക് നിങ്ങൾ അകപ്പെട്ടു പോകുന്ന ഇത്തരം പ്രണയങ്ങളുണ്ടല്ലോ, അല്ലെങ്കിൽ നിങ്ങൾ റിലേഷൻഷിപ്പ്, പ്രണയം നമുക്ക് ഇതിനെ വിളിക്കാൻ പറ്റില്ല, ബെസ്റ്റ് എന്നും പൂക്കി എന്നും അല്ലെങ്കിൽ പിന്നെ ലവേഴ്സ് എന്നൊക്കെ അല്ലെങ്കിൽ ആ രീതിയിലാണ് ഈ ഒരു റിലേഷൻ പോകുന്നത്. അതിൽ കൂടുതൽ വാക്കുകൾ ഉണ്ടാവും, എനിക്കറിയില്ല, ജെൻസിക്കാർ പല വാക്കുകളിലേക്ക് പോകുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നൊരു കാര്യം, എക്സാമിൻ്റെ സമയത്ത് നിങ്ങൾക്ക് എല്ലാ ഡിസ്ട്രാക്ഷൻസും നിങ്ങൾ അവോയ്ഡ് ചെയ്ത് പഠിക്കാൻ ശ്രമിച്ചാലും ഇത്തരം റിലേഷൻഷിപ്പിലേക്ക് നിങ്ങൾ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒരു സംശയവും വേണ്ട, നിങ്ങൾക്ക് എക്സാം ആയിക്കോട്ടെ, പരീക്ഷകളായിട്ട് നിങ്ങൾ കൃത്യമായ രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാൻ സാധിക്കില്ല. കാരണം എന്താണെന്ന് പറയുമോ, നിങ്ങൾ രാത്രി കടന്നുറങ്ങുന്നതും രാവിലെ എണീക്കുന്നതും പകൽ സമയത്തൊക്കെ നിങ്ങളുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചിന്തയും നിങ്ങൾ പ്രധാനമെന്ന് കരുതി നിങ്ങൾ പലതും മാറ്റിവെച്ച് നിങ്ങൾ സമയം കണ്ടെത്തും ഈ ഒരു കാര്യത്തിലായിരിക്കും.
ഈ ഒരു കാര്യത്തിൽ നിങ്ങളിങ്ങനെ ശ്രദ്ധ കൊണ്ടുപോകുമ്പോൾ തൊട്ടപ്പുറത്തെ സൈഡിൽ നിങ്ങൾക്ക് നഷ്ടമാവുന്ന കുറേ കാര്യങ്ങളുണ്ട്. പഠിക്കുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് കോൺസെൻട്രേഷൻ കിട്ടില്ല. ചിലപ്പോൾ വീട്ടുകാരെ വലുതും ചെറിയ കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് അവരോട് ദേഷ്യം തോന്നും. ചിലപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വേറെ എന്ത് കാര്യമായി, കാരണം നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്ന ഈ ഒരു കാര്യത്തിനാണ്. ഇത് കഴിഞ്ഞ് നിങ്ങൾ കുറച്ചൊരു പ്രായമൊക്കെ എത്തി, നിങ്ങൾ ചിലപ്പോൾ ഒരു 10ാം ക്ലാസ് പഠിക്കുന്ന കുട്ടി അത് കഴിഞ്ഞ് ഒരു ഹയർ സെക്കൻഡറി പ്ലസ് 2 ഒക്കെ എത്തുന്ന സമയം, അല്ലെങ്കിൽ പ്ലസ് 2 കഴിഞ്ഞ് നിങ്ങളൊരു 10-19 വയസ്സൊക്കെ ആകുമ്പോഴേക്കും നിങ്ങൾ ആലോചിക്കുക, ഞാൻ ആ സമയത്ത് എൻ്റെ ഒരുപാട് സമയം നഷ്ടപ്പെടുത്തിയല്ലോ, എൻ്റെ കരിയർ ഞാൻ ഇല്ലാതാക്കിയല്ലോ, അല്ലെങ്കിൽ എനിക്കിപ്പോൾ എക്സാമിന് പഠിക്കാൻ കഴിഞ്ഞില്ലല്ലോ, എൻ്റെ കോൺസെൻട്രേഷൻ മൊത്തം പോയല്ലോ. ഇത് മനസ്സിലാക്കുന്നൊരു പ്രായമുണ്ട്. കുറച്ചങ്ങോട്ട് എത്തുമ്പോഴേക്കും നമ്മൾ ഇതിനെപ്പറ്റി മനസ്സിലാക്കും. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയുന്ന ഒരു കാര്യം, നമ്മൾ ഈ എന്താ പറയുക ഭയങ്കര ദിവ്യമായ പ്രണയം, സ്കൂളിൽ നിന്ന് ആരംഭിച്ച പ്രണയം വിവാഹത്തിലേക്ക് എത്തുന്നു, എല്ലാം ശരിയാണ്, ഞാൻ അതിനെ എതിർക്കോ കാര്യങ്ങളോ ഒന്നുമല്ല. ഞാൻ ഇവിടെ അഡ്രസ്സ് ചെയ്യുന്ന ഒരേ ഒരു കാര്യം, നിങ്ങളുടെ ശ്രദ്ധ, നിങ്ങളുടെ സമയം, നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇത്തരത്തിലുള്ള റിലേഷൻഷിപ്പിൽ നിങ്ങൾ അകപ്പെടുമ്പോൾ നിങ്ങൾ അതിലേക്കായിരിക്കും ഏറ്റവും കൂടുതൽ നിങ്ങളുടെ ശ്രദ്ധ പോയി പോവുക, നിങ്ങളുടെ സമയം പോയി പോവുക. ഇത് ഞാൻ വളരെ യാഥാർത്ഥ്യത്തിൽ പറയുന്നൊരു കാര്യമാണ്. ഞാനും ഒരു അധ്യാപകനുമായി കഴിഞ്ഞ വർഷം, എനിക്കിപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്, കഴിഞ്ഞ പബ്ലിക് എക്സാമിന് കുറച്ച് മുന്നേ ഞങ്ങളിങ്ങനെ സംസാരിക്കുക, എന്താണ് സ്കൂളിലെ റിസൾട്ട്, എത്ര കുട്ടികൾ ഫുൾ A+ ഉണ്ടാവും. അപ്പോൾ സാർ ഇങ്ങനെ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, കുറച്ച് കുട്ടികൾ എനിക്ക് കാണിച്ചു തന്നു, ഈ കുട്ടികളെ കണ്ടെന്നി, പിന്നെ ഈ കുട്ടികൾക്ക് എന്തായാലും ഇത്തവണ ഫുൾ A+ കിട്ടില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു, കാരണം അവർക്ക് എന്തൊക്കെയോ ചില റിലേഷൻഷിപ്പുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനത് ഒരു ടൂർ പോയ സമയത്താണ് അവരുമായി ഇങ്ങനെ സംസാരിക്കുമ്പോഴാണ് അവിടെ ചില, കാരണം അവർ ടൂർ പോകുന്ന കുട്ടികളെ കുറച്ചും കൂടി അടുത്ത് നമുക്ക് കിട്ടുക അല്ലേ. ഒരു പലപ്പോഴും മൊബൈൽ ഫോണിലാണ്, ചാറ്റിങ്ങിലാണ്, കോളിങ്ങിലാണ്, അവർക്ക് കിട്ടിയ സമയമാണല്ലോ. അവരുടെ പാരൻസുമായി ചെറിയ രീതിയിൽ കാര്യങ്ങളൊന്ന് കൺവേ ചെയ്തിട്ടുണ്ട്. കാരണം അത് അവർ കുട്ടികൾ ഏത് രീതിയിൽ എടുക്കാമെന്ന് എനിക്ക്, പക്ഷേ എന്തായാലും അവർക്ക് ഫുൾ A+ കിട്ടില്ല. ഞാനിപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എനിക്ക് റിലേഷൻഷിപ്പ് ഞാൻ ഫുൾ A+ വാങ്ങുന്നുണ്ടല്ലോ, ഞാൻ ഏതോ ഒരു 5-2% ആളുകളെ പറ്റിയല്ല പറയുന്നത് കേട്ടോ, മെജോറിറ്റി കുട്ടികൾക്കിടയിൽ സംഭവിക്കുന്ന കാര്യത്തെ പറ്റി പറയുന്നത്. അപ്പോൾ അതൊരു റിയാലിറ്റി ഉണ്ട് അതിൽ. ആ കുട്ടികൾക്ക് ഫുൾ A+ കിട്ടിയിട്ടില്ല. കാരണം ഈ ഞാൻ വെറുതെ പറയുന്നതല്ല, ഏതെങ്കിലും എന്താ പറയുക, ഞാൻ ഏതെങ്കിലും ഒരാളെ മോശമാക്കാൻ അങ്ങനെ ഒന്നുമല്ല. നിങ്ങളുടെ ശ്രദ്ധ, നിങ്ങളിപ്പോൾ വിദ്യാർത്ഥികളാണ്, നിങ്ങൾ കുട്ടികളാണ്, നിങ്ങളുടെ മുഴുവൻ ശ്രദ്ധ നിങ്ങൾ കൊടുക്കേണ്ടത് എക്സാംസ് നല്ല മാർക്ക് വാങ്ങാൻ, എക്സാം രീതിയിലൊക്കെ ടഫായി കൊണ്ടുവരിക. ആ സമയത്ത് നമ്മൾ എല്ലാ ഡിസ്ട്രാക്ഷൻസിനും മാറി നിന്നുകൊണ്ട്, നമ്മളെ പല രീതിയിലേക്ക് ചിന്തിപ്പിക്കുന്ന പലതും നമ്മൾ മാറി നിന്നുകൊണ്ട് നമ്മൾ പഠനത്തെ ഫോക്കസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ആദ്യം നിങ്ങൾ സ്നേഹിക്കേണ്ടത് നിങ്ങളെ, എന്നിട്ട് നിങ്ങൾ മറ്റുള്ളവർ സ്നേഹിക്കുക. നിങ്ങളെ സ്നേഹിക്കുക, എന്നിട്ട് ആലോചിക്കുക, നാളെ ഒരു 5 വർഷം കഴിയുമ്പോൾ ഞാൻ ഏത് പൊസിഷനിലാണ് ഞാൻ എത്തേണ്ടത്, ഈ ഒരു പോക്ക് പോയി എനിക്ക് അവിടെ എത്താൻ സാധിക്കുമോ, അല്ലെങ്കിൽ അവിടെ എത്തിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വൺസ് ഞാൻ ഒറ്റ കൈ കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഒരു ക്യാപ്പബിലിറ്റി എനിക്കുണ്ടോ? ആ ക്യാപ്പബിലിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ മക്കളെ ലൈഫിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുള്ളൂ, ഒരു പവർഫുൾ ആയ രീതിയിലേക്ക് നമുക്ക് എല്ലാം പറഞ്ഞൊരു ഒരു ഡിഗ്നിറ്റിയോടുകൂടി, അഭിമാനത്തോടെ നമുക്ക് ജീവിക്കാൻ വേണ്ടി കഴിയുള്ളൂ. അപ്പോൾ ഈ സമയം നിങ്ങൾ കൊടുക്കേണ്ടത് നിങ്ങളുടെ കരിയറിനാണ് നിങ്ങൾ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്. ബാക്കിയെല്ലാം അത് കഴിഞ്ഞിട്ടാണ്. കാരണം ആ ഒരു രീതിയിലേക്ക് നിങ്ങളുടെ പാർട്ട്ണറെയോ നിങ്ങളുടെ ഒരാളെയോ ചൂസ് ചെയ്യാൻ നിങ്ങളായിട്ടില്ല, അല്ലെങ്കിൽ ആ ഒരു മെച്യൂരിറ്റിയോ അനുഭവം നിങ്ങൾക്കില്ല. അപ്പോൾ ഇത് മെജോറിറ്റി, കേരളത്തിൽ നിന്നല്ല, മെജോറിറ്റി 90% കുട്ടികളുടെ വലിയൊരു പ്രശ്നമാണ്. ഇത് പലരും അഡ്രസ്സ് ചെയ്യാറില്ല. അപ്പം ഞാനിത് പറയുമ്പോൾ പലരും ഇതിനെ പല രീതിയിൽ എടുക്കേണ്ടായിരിക്കും. അതേ ഐ ഡോണ്ട് കെയർ, നിങ്ങൾ എന്ത് വിചാരിച്ചാലും എനിക്ക് കുഴപ്പമില്ല. പക്ഷെ ഒരു മെജോറിറ്റി, അല്ലെങ്കിൽ കുറച്ച് കുട്ടികളെങ്കിലും ഈ ഒരു കാര്യം കൊണ്ട് ചിലപ്പോൾ എൻ്റെ സമയം അവിടെ നഷ്ടമാവുന്നുണ്ട്, എൻ്റെ വലിയൊരു ശ്രദ്ധ, എനിക്ക് വലിയൊരു ഡിസ്ട്രാക്ഷൻ ഇത് മാറുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ നിർബന്ധം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിരിക്കും, നിർബന്ധമായി നിങ്ങൾ എല്ലാ ഫ്രണ്ട്സും പലതും പുറത്തു പറയില്ല, ഇങ്ങനത്തെ വിഷയങ്ങളും പലരും പുറത്തു പറയില്ല. അപ്പോൾ അവരിലേക്ക് നിങ്ങൾ എത്തിക്കണം, ചെയ്യണം, നിർബന്ധമായും ഈ കാര്യങ്ങൾ ഫ്രണ്ട്സിന് ഷെയർ കൊടുക്കുക. എന്നിട്ട് നമ്മളെ കരിയർ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, നിങ്ങൾ ആദ്യം നിങ്ങളെ നന്നായി സ്നേഹിക്കുക. നിങ്ങൾ ആരായിത്തീരണം, കുറച്ചേ നിങ്ങൾ എവിടെത്തും, അതിലൊക്കെ നിങ്ങൾ ശ്രദ്ധ കൊടുത്തിട്ട് നല്ലൊരു കുട്ടികളായി നിങ്ങൾ എത്തിയാൽ, നിങ്ങൾ കുട്ടികളാവാൻ നിങ്ങൾ ശ്രമിക്കുക. വരാനിരിക്കുന്ന പരീക്ഷകൾ നമുക്ക് ഏറ്റവും ബെസ്റ്റായ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യണം, നേരിടണം. അതിനെല്ലാ പരിപാടികളും നമ്മളിവിടെ ടീച്ചേഴ്സ് റെഡിയാക്കിയിട്ടുണ്ട്. നിങ്ങളെ കൂടെ ഞങ്ങളുണ്ടാവും. നിങ്ങളും അതേ രീതിയിൽ എന്ത് ചെയ്താൽ മതി, ഞങ്ങളെ കൂടെ വന്നാൽ മതി. അപ്പോൾ എനിവേ, എല്ലാ ഡിസ്ട്രാക്ഷൻസിനും മാറ്റിയിട്ട് ശരിയെയും തെറ്റിനെയും കറക്റ്റ് മനസ്സിലായിക്കൊണ്ട് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ ഞാൻ ആശംസിക്കണം, പ്രാർത്ഥിക്കുകയാണ്. ഓൾ ദി ബെസ്റ്റ്.